എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം. എറണാകുളത്തെ ലോഹത്തൊഴിലാളികളെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന സഭാവിരുദ്ധ തീവ്രവാദിയുടെ കലാപ ആഹ്വാനം. ശരിക്കും പ്രസാദഗിരി പള്ളിയിൽ നടന്നത് എന്താണ്? അതിന്റെ ജീവിക്കുന്ന തെളിവുകൾ ഇന്ന് പുറത്തുണ്ട്. പ്രസാദഗിരി പള്ളിയിലെ വിശ്വാസികളുടെ സഹനത്തിന്റെ, സഭയുടെ പരിശുദ്ധ ബലിയർപ്പണത്തോടുള്ള സമർപ്പണത്തിന്റെ കഥ വിളിച്ചോതുന്ന ദൃശ്യത്തിലേക്കാണ് ഞങ്ങൾ ആഗോള കത്തോലിക്ക സഭയിലെ വിശ്വാസികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്വാസികൾ നേരിട്ട് കണ്ട ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു എന്ന് നമ്മൾക്കറിയാം. വോയിസ് ഓഫ് ട്രൂത്തും അത് പ്രക്ഷേപണം ചെയ്തിരുന്നു. 82 വയസ്സുള്ള ഒരു വയോവൃദ്ധനായ പുരോഹിതനെ അവിടെയുള്ള നരാധമന്മാർ പീഡിപ്പിച്ചത്, അദ്ദേഹത്തെ ആക്രമിച്ച് ജീവഹാനി വരുത്തുവാൻ ശ്രമിച്ചത്, പരിശുദ്ധ ബലിയർപ്പണത്തെയും അൾത്താരയെയും അപമാനിച്ചത്, എറണാകുളത്തെ വിമതരും ജെറിൻ എന്ന ലോഹത്തൊഴിലാളിയും കൂടി വിശ്വാസികളെ വഞ്ചിക്കുകയും സഭയെ നോക്കുകുത്തിയാക്കുകയും ചെയ്ത സത്യം ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾ വീഡിയോ ദൃശ്യങ്ങൾ വഴി അത് കണ്ടു കഴിഞ്ഞപ്പോൾ, ജെറിന്റെ കള്ളക്കളികൾ പുറത്തായപ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ അവർ തന്നെ ഇറക്കിയ വീഡിയോ, അതായത് പള്ളിയിലെ CCTV ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് ഇപ്പോൾ അവർക്ക് തന്നെ വിനയായി തീർന്നിരിക്കുന്നു. ഏറ്റവും രസകരമായ കാര്യം, പള്ളിയിലെ CCTV ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മോഷണം പോയി എന്ന് പറയുന്ന ഇവരുടെ കയ്യിൽ തന്നെ എഡിറ്റ് ചെയ്ത ചില ഭാഗങ്ങൾ മാത്രം എങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യം ഉണ്ടാകാം. ഏതായാലും നമ്മൾ കാണുവാൻ പോകുന്ന CCTV ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തിയിരിക്കുകയാണ്. ജെറിനും അരമന ആക്രമണത്തിൽ പോലീസിന്റെ പീഡനമേറ്റുവാങ്ങിയെന്ന് കപട നാടകം കളിച്ച രാജപ്പനും കൂട്ടാളികളും അവർ നടത്തിയ വിഴിപ്പലക്കൽ മീഡിയ ദൃശ്യങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നമ്മൾക്ക് കാണാം. ജെറിന്റെ കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച് പാവം ജെറിന്റെ കൈകൾ രണ്ടും പുറകോട്ട് പിടിച്ചു കെട്ടിയിട്ട് ജെറിൻ എന്ന ലോഹത്തൊഴിലാളിയെ വിശ്വാസികൾ മർദ്ദിച്ചവശനാക്കി എന്നാണ് ഇവർ വിളിച്ചു കൂവുന്നത്. അതനുസരിച്ച് നാടകവീരൻ ജെറിൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ഏതായാലും അതിനുശേഷം രാജപ്പനും കൂട്ടരും ജെറിനും ചേർന്നുകൊണ്ട് എങ്ങനെയാണ് ആടിനെ പട്ടിയാക്കിയത് എന്ന് നമ്മൾ കേൾക്കാം. കഴിഞ്ഞ ദിവസം പ്രസാദഗിരി പള്ളിയിൽ അരങ്ങേറിയ വളരെ ആസൂത്രിതമായ ഒരു ആക്രമണ പരമ്പരയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വളരെ തെറ്റിദ്ധാരണജനകമായ, വികലമായ, തെറ്റായ ദൃശ്യങ്ങളും വാർത്തകളുമാണ് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് അവിടുത്തെ വികാരി ജെറിൻ പാലത്തിങ്കലച്ചൻ തന്നെ ഇപ്പോൾ വിശദീകരിക്കുന്നു. പ്രസാദഗിരി പള്ളിയിലെ വികാരി അച്ഛനാണ് ഞാൻ. എന്നെ സംബന്ധിക്കുന്ന ചില വീഡിയോ ക്ലിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളിലൊക്കെ പരന്ന് വളരെ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. അത് വളരെ അവാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും ഒരു കുർബാനയ്ക്കിടയിൽ തടസ്സം സൃഷ്ടിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു അക്രമത്തിനും ഞാൻ ആഹ്വാനം കൊടുത്തിട്ടില്ല. എന്നോട് കോടതി ആവശ്യപ്പെട്ടേക്കുന്നത് 15-ാം തീയതി വരെ ഇവിടെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം, എന്നോട് വികാരിയായിട്ട് ഇവിടെ തുടരണം എന്ന് മുനിസിപ്പൽ കോടതിയിൽ നിന്ന് സ്റ്റാറ്റസ് കോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് പ്രകാരമാണ് ഞാനിവിടെ നിന്നത്. തോട്ടൂർ അച്ഛൻ ഇവിടെ ഒരു കുർബാനയില്ലാത്ത സമയത്ത്, ആ സമയത്ത് പുള്ളി കയറി വന്നു. രാവിലെ 9:40 അദ്ദേഹം കുറേ ആൾക്കാരെ കൂട്ടി ഇങ്ങോട്ട് കയറി വരുവാണ് ചെയ്തത്. എന്നെ അൾത്താരയിലോട്ട്, ബലിമേശ്വരങ്ങളുടെ അൾത്താരയിലോട്ട് കയറി ഞാൻ അവിടെ നിന്ന് അച്ഛനോട് അച്ഛൻ ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്നെ അവർ തള്ളി താഴത്തോട്ട് ഇറക്കുകയാണ് ചെയ്തത്. അച്ഛൻ കുർബാന ചെല്ലുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും വാലിലൂടെ പുറത്തേക്ക് കടക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഇവരാരും എന്നെ പുറത്തേക്ക് വിട്ടില്ല. ഓരോ വാതിലിൻ്റെ അടുത്ത് നിന്ന് കുറ്റി തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവരെന്നെ പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. ഇതിനുശേഷം ഞാൻ ഒരു കണക്കിന് പല വാതിലിൻ്റെ അടുത്ത് നിന്ന് തുറക്കുന്നതിനിടയിൽ ഒരു വാതിലിൻ്റെ അടുത്ത് നിന്ന് തുറക്കുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് ഈ പിടിവലിക്കിടയിൽ പെപ്പർ സ്പ്രേ അടിച്ചു. ഇത് പെപ്പർ സ്പ്രേ എൻ്റെ കണ്ണിലോട്ട് നേരിട്ട് പതിച്ചില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ എനിക്ക് വളരെ അസ്വസ്ഥത, എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി, ഞാൻ ചുമയ്ക്കാൻ തുടങ്ങി. ഞാൻ സത്യം പറഞ്ഞാൽ മരിച്ചു പോകുന്നവർ പേടിച്ചു. കാരണം അങ്ങനത്തെ ഒരു ശ്വാസം മുട്ടി ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. പരിസരത്ത് അവിടെ നിന്നിരുന്ന ആൾക്കാർ മുഴുവൻ ചുമയ്ക്കാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് ഞാൻ ആകെ അവിടെ കുറേ നേരം ഇരുന്നു. എൻ്റെ കണ്ണിരിക്കുന്നു, എനിക്ക് ശ്വാസം മുട്ടുന്നു, എനിക്ക് ചുമയുണ്ടാവുന്നു, ഞാൻ ആകെ ബുദ്ധിമുട്ട് കുറേ നേരം അവിടെ ഇരുന്നു. ഇതിനിടയിൽ
സങ്കീർത്തിയുടെ വാതിൽ വഴി കണ്ട് നമ്മുടെ ബാബു ചേട്ടനും നമ്മുടെ സ്റ്റീഫൻ ചേട്ടനും മത്തായി ചേട്ടനും ആൽബർട്ടൊക്കെ കൂടി അവർ കയറി വന്നെ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ ജനലിൽ കൂടി ഈ ആൾക്കാർ എന്നോട് കാണിക്കുന്ന അക്രമം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ കയറി വന്നത്, അകത്തോട്ട് കയറി വന്നത്. ജനാബി കുർബാന ആകെ ലഭിക്കുന്ന ഈ പള്ളി പൂട്ടിക്കളയാൻ ഇത് മനഃപൂർവ്വം ഗൂഢാലോചന ചെയ്ത് ഇനി അതിനെതിരെ നിൽക്കുന്നവരെ ആക്രമിക്കാൻ വേണ്ടി തന്നെ പെപ്പർ സ്പ്രേയുമായിട്ട് വന്ന് ചെയ്തവരാണ് ഇവർ. മുൻസിഫ് കോടതിയുടെ ഉത്തരവ് പ്രകാരം അവിടെ ഇപ്പോൾ നടക്കുന്ന ജനാബിയും കുർബാനയും അതുപോലെ തന്നെ എൻ്റെ വികാരി അപ്പോയിൻമെൻറ്റും 15-ാം തീയതി വരെ സ്റ്റേ ചെയ്തിരിക്കുന്ന കാര്യം ഞാൻ പല പ്രാവശ്യം തോട്ടുപുറ അച്ഛനോട് വ്യക്തിപരമായിട്ടും അല്ലാതെയും DYSPയുടെ സാന്നിധ്യത്തിലും എല്ലാം വ്യക്തമാക്കിയ കാര്യമാണ്. അച്ഛൻ പറഞ്ഞത് ഞാനവിടെ വികാരിയായിട്ട് എനിക്ക് സഭാ നിയമം മാത്രം നോക്കിയാൽ മതി, എനിക്ക് കോടതി നിയമമൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അച്ഛൻ എന്നോട് സംസാരിച്ചത്. ചൊവ്വാഴ്ച വന്ന് അച്ഛൻ ചാർജ് എടുക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പരന്നു. അന്ന് തന്നെ ഞാൻ സ്കൂളിൽ നിന്ന് ഓടി വന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇത് ചെയ്യരുത്, ഇവിടെ ഇടവകയിൽ പ്രശ്നങ്ങളുണ്ടാവും, അസ്വസ്ഥത, നമുക്ക് സമാധാനപരമായിട്ട് ഇത് പരിഹരിക്കാം എന്നെല്ലാം പറഞ്ഞിട്ടും അച്ഛൻ വളരെ വാശിയോടുകൂടി അവിടെ നിലനിന്നു. ഇത് ഇത്രയും ഓപ്ഷൻസ് അവരുടെ മുമ്പിൽ സമാധാനപരമായിട്ട് ഇത് പ്രശ്നം തീർക്കാനായിട്ട് അവരുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും പ്രത്യേകിച്ച് ഒരു കുർബാനയുടെ സമയമല്ല, ഒരു 9:30 സമയം അവർ തന്നെ തീരുമാനിച്ച് അവർ സംഘം ചേർന്ന് ഒരുമിച്ച് കയറി വന്ന് വാദം ജനലിനോ അവർ ഒരു സംഘമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കയറി ചെന്നപ്പോൾ ഞാൻ പള്ളിക്കകത്തായി. അൾത്താരയിലോട്ട് കയറുന്ന അച്ഛനോട് അച്ഛൻ എന്തിനാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞാൽ കുർബാനയല്ല. ഞാൻ പറഞ്ഞു അച്ഛൻ ചെയ്യല്ലേ, ഇത് പ്രശ്നമാവും, ആൾക്കാർ തമ്മിൽ ബഹളമാവും. ഈ സമയത്ത് അച്ഛൻ്റെ കൂടെ വന്ന ആൾക്കാരെല്ലാം പള്ളിയുടെ എല്ലാ വാതിലുകളും അടച്ചു, ജനലുകളും അടച്ചു. നീർപ്പാറ പള്ളിയിൽ ഏകീകൃത കുർബാന, നീർപ്പാറ കോൺവെൻറ്റിൽ ഏകീകൃത കുർബാന നടക്കുന്നുണ്ട്, തോട്ടറ പള്ളിയിൽ നടക്കുന്നുണ്ട്, കരിപ്പാടം പള്ളിയിൽ നടക്കുന്നുണ്ട്. പ്രസാദഗിരി ഇടവകയുടെ ചുറ്റുവട്ടത്ത് 3 പള്ളികളിലെങ്കിലും ഏകീകൃത കുർബാന നടക്കുന്നുണ്ട്. കുർബാന ആവശ്യമുള്ളവർക്ക് അവിടെ പോയി കാണാം. ഈ നമ്മുടെ പള്ളിയിലെ പ്രശ്നം സമാധാനപരമായിട്ട് തീർത്തിട്ട് അവിടെ വന്ന് കുർബാനയുള്ള അവസരം, അവിടെ കുർബാനയെക്കുറിച്ച് കേസ് നിലനിൽക്കുന്നുണ്ട്, ആ കേസ് പിൻവലിച്ചാൽ കുർബാന ചൊല്ലിക്കൊടുക്കാം എന്ന് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് പോലും അവരെന്നെ നിർബന്ധിച്ച് അരമനയിൽ നിന്നൊരു പേപ്പർ മേടിച്ചുകൊണ്ട് വന്ന് എൻ്റെ മേൽ പ്രഷർ ചെലുത്തി എൻ്റെ ഇടവകയിൽ അശാന്തി വിതയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മനഃപൂർവ്വം അവിടെ ചെയ്യുകയാണ് ചെയ്തത്. എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് പള്ളിമുറി കയറി എൻ്റെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവഭാഗ്യത്തിന് എൻ്റെ CCTV ഓണാക്കി ഞാൻ അതിൽ നിന്ന് ഒരു 10-20 സെക്കൻഡ് നീളുന്ന കുറച്ച് വിഷ്വൽസ് ഞാൻ അതിൽ നിന്ന് എടുത്തായിരുന്നു. മൊബൈൽ സ്ക്രീൻ ഓണാക്കി വെച്ചിട്ട് ഞാൻ മൊബൈലിൽ അതിൻ്റെ റെക്കോർഡിംഗ് എടുത്തായിരുന്നു. അതുമാത്രമാണ് എന്നോട് ചെയ്ത അതിക്രമത്തിനുള്ള എൻ്റെ ഏക തെളിവ്. അപ്പോൾ ഞാൻ അവിടുന്ന് പോകുന്നത് വരെ ആ ഹാർഡ് ഡിസ്ക് അവിടെ ഉണ്ട്, വിഷ്വൽസ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം മാറ്റപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ മുറിയിൽ പ്രവേശിക്കാനായിട്ട് താക്കോല് ആകെ ഉള്ളത് എൻ്റെ 2 കൈക്കാരന്മാരുടെ കയ്യിലാണ്. അത് അവർ തോട്ടുപുറച്ചൻ ചാർജ് എടുക്കാൻ വന്നപ്പോൾ 2 പേരും ഉണ്ടായിരുന്നു. ഇന്ന് ഈ തോട്ടുപുറച്ചൻ്റെ കൂടെ കുർബാനയ്ക്ക് വന്ന സംഘം ചേർന്ന് വന്നതിൽ എൻ്റെ കൈക്കാരൻ ജോമോനും ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, ഇത് വളരെ ഗൗരവമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ. ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിരിക്കുന്നത് ജോൺ തോട്ടുപുറം എന്ന 80 വയസ്സുകാരനായ വൈദികൻ, അദ്ദേഹം താമസിക്കുന്ന കോൺവെൻറ്റിൽ വെച്ചായിരിക്കണം ഗൂഢാലോചന നടന്ന. അവിടുത്തെ മദർ സുപ്പീരിയറിൻ്റെ സപ്പോർട്ട് ഉണ്ടാകണം. മാധ്യമപ്രവർത്തകനായ ടോം വർഗീസ്, കൈക്കാരനായ ജോമോൻ, മാത്രമല്ല സെൻറ്റ് തോമസ് മൗണ്ടിലെ കൂരിയയിലുള്ള ആളുകൾ ഈ ഗൂഢാലോചനയിലുണ്ട്. അതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയയിൽ ക്രിമിനൽ കൂരിയ എന്ന് അതിരൂപത മുഴുവൻ വിളിക്കുന്ന ക്രിമിനൽ കൂരിയയിലുള്ള ആളുകൾ ഇൻവോൾവഡാണ്. കാരണം ഇതിനെ തുടർന്ന് വന്ന പത്രപ്രസ്താവനകളിൽ ഈ 2 സ്ഥലങ്ങളിൽ നിന്ന്, കാക്കനാട് സെൻറ്റ് തോമസ് മൗണ്ടിൽ നിന്ന് മീഡിയ കമ്മീഷൻ്റെ പ്രസ്താവന വന്നതിലും അരമനയിൽ നിന്ന് വന്ന ജോഷി പുതുവ ഇറക്കിയ പ്രസ്താവനയിലും ഈ അക്രമ പ്രവർത്തനങ്ങൾ വളരെയധികം പ്ലാൻ ചെയ്ത് സംഘടിതമായി നിറവേറ്റിയവരെ വെള്ളപൂശുന്ന തരത്തിൽ, അവരെ വിശുദ്ധരായി ചിത്രീകരിക്കുന്ന തരത്തിലാണ് പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വ്യക്തമായ ഗൂഢാലോചനയാണ് വെളിപ്പെടുത്തുക. ദൈവാനുഗ്രഹം കൊണ്ട് മീഡിയയ്ക്ക് നൽകാനായി അതിൻ്റെ ഡിസ്പ്ലേ ഓണാക്കി അച്ഛൻ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് റെക്കോർഡ് ചെയ്താൻ വിഷ്വൽസ് ഉണ്ട്. ആ വിഷ്വൽസിൽ വ്യക്തമായി കാണാം അച്ഛൻ ഈ കുർബാന തുടങ്ങിയ സമയത്ത് അച്ഛൻ പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കുമ്പോൾ പുറത്തു പോകാൻ അനുവദിക്കാതെ വാതിൽ തള്ളിപ്പിടിച്ച് അടച്ചു നിൽക്കുന്നതും, അച്ഛനെ വരിഞ്ഞു മുറുകി അച്ഛനെ അവിടെ പിടിച്ചു നിർത്തുന്നതും, അച്ഛനെ ആ തരത്തിൽ ഉപദ്രവിക്കുന്ന വിഷ്വൽസ് അല്പമായിട്ട് അതിൽ നിന്ന് പെട്ടെന്ന് ഡിസ്പ്ലേയിൽ നിന്ന് മൊബൈൽ കൊണ്ട് റെക്കോർഡ് ചെയ്തതുണ്ട്. നമ്മളിവിടെ കേട്ടു
ഈ 3 ലോഹത്തൊഴിലാളികളും കൂടി എന്താണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്ന് ഒരു നാണവും ലജ്ജയും ഉളിപ്പുമില്ലാതെ ഇങ്ങനെ നുണക്കഥകൾ പറയുവാൻ വിമതർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോയ്ക്കുള്ളിൽ രാജപ്പൻ പറയുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇവിടെ ഗൂഢാലോചന നടന്നു എന്നാണ് ആ വ്യക്തി പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വിദ്വാനോട് ചോദിക്കുവാനുള്ള ചോദ്യം, നിങ്ങൾ 21 പേര് കൂടി അരമന ആക്രമണത്തിൽ നടത്തിയ ഗൂഢാലോചന എന്തായിരുന്നു മിസ്റ്റർ രാജപ്പൻ? ആ ഗൂഢാലോചനയുടെ പുറകിൽ ആരായിരുന്നു? ആ ഗൂഢാലോചന നടത്തിയതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് രാജപ്പനോട് ചോദിക്കുവാൻ വിശ്വാസികൾ ആഗ്രഹിക്കുകയാണ്. വിശ്വാസികളുടെ ഈ ചോദ്യത്തിന് ഈ വ്യക്തിക്ക് മറുപടി ഉണ്ടോ എന്നും നമ്മൾക്കറിയുവാൻ ആഗ്രഹമുണ്ട്. കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച് അവശനായ ജെറിൻ ശാരീരിക അസ്വസ്ഥ്യം ഒക്കെ മറന്നുകൊണ്ട് CCTV ദൃശ്യങ്ങൾ, അതും തനിക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം മൊബൈലിൽ പകർത്തി എന്നാണ് രാജപ്പന്റെ ഭാഷ്യം. സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും മിസ്റ്റർ രാജപ്പൻ, വിശ്വാസികൾ ഇതങ്ങ് വിശ്വസിച്ചിരിക്കുകയാ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ. അപ്പോൾ ഇവിടെ രാജപ്പൻ ചോദിക്കുന്നത്, സംഘടിതരായ ഗൂഢാലോചന എവിടെ നിന്ന് വന്നു, എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്തു, ഇത് പോലീസ് അന്വേഷിക്കണമെന്നൊക്കെയാണ്. ഇതിപ്പം കേട്ടിട്ട് ചിരിക്കണോ കരയണോ എന്നാണ് ആദ്യം വിശ്വാസികൾ ചിന്തിക്കുന്നത്. കാരണം ഈ ഗൂഢാലോചന എന്ന് പറയുന്ന വ്യക്തി തന്നെ നടത്തിയ വലിയൊരു ഗൂഢാലോചനയായിരുന്നു അരമന ആക്രമണം. ലോഹയൊക്കെ ഊരി ബാഗിൽ വെച്ച് പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് രഹസ്യവാതിൽ വഴി അരമനയിലേക്ക് ഇടിച്ചു കയറി അവിടെയുള്ള കുരിയ അംഗങ്ങളെ തടവിലാക്കുവാൻ ശ്രമിച്ച വലിയൊരു കൊട്ടേഷൻ സംഘമാണ് ആ 21 അംഗ ലോഹത്തൊഴിലാളികളുടെ ഗുണ്ടാ സംഘം. അതിലെ പ്രമുഖനായിരുന്നു മിസ്റ്റർ രാജപ്പൻ എന്ന് കൂടി ഓർക്കണം. ആ രാജപ്പനാണ് ഇപ്പോൾ ഗൂഢാലോചനയുടെ കാര്യം പറയുന്നത്. ഇവിടെ ജെറിൻ പറയുന്നത് പോലെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതായിട്ടൊന്നും ഈ വീഡിയോയിൽ കാണുന്നില്ല. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജെറിൻ അത് തന്റെ മൊബൈലിൽ പകർത്തിയതിനെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് എന്ന് അല്പമെങ്കിലും ബുദ്ധിയും വിവരവും ഉള്ളവർക്ക് മനസ്സിലാകും. ഇവിടെ പെപ്പർ സ്പ്രേ എന്ന് പറയുന്നതല്ലാതെ അങ്ങനൊരു സംഭവം ഈ വീഡിയോയിലേ ഇല്ല. അതിനുശേഷം ജെറിൻ വിളിച്ചു വരുത്തിയ ഗുണ്ടകൾ സങ്കീർത്തിയുടെ വാതിൽ തകർത്തുകൊണ്ട് അകത്ത് കയറി ഫാദർ ജോൺ തോട്ടുംപുറത്തെ ചവിട്ടി തൊഴിച്ച് പുറത്തേക്കെറിഞ്ഞു കളയുന്ന ഭാഗം നമ്മൾ കാണുന്നു. ഈ സമയത്ത് ജെറിൻ വിശ്വാസികളുടെ നേരെ കൈ ചൂണ്ടി ആക്രോശിച്ചുകൊണ്ട് അൾത്താരയിലേക്ക് കയറിപ്പോകുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇനിയും ജനങ്ങൾ തീരുമാനിക്കുക, ആരാണ് തെറ്റുകാർ, ആരാണ് വഞ്ചകർ, ഗൂഢാലോചനക്കാർ ആരാണെന്നൊക്കെ ജനങ്ങൾക്ക് തീരുമാനിക്കാം. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ആരെയും ശല്യപ്പെടുത്താതെ, ജെറിൻ എന്ന ലോഹധാരിയെ പോലും ശല്യപ്പെടുത്താതെ അൺഷെഡ്യൂൾഡ് ടൈമിലാണ് ആ പള്ളിയിൽ വെച്ച് ഫാദർ ജോൺ തോട്ടുംപുറം, അദ്ദേഹം പ്രീസ്റ്റ് ഇൻ ചാർജ് ആണെന്ന് ഓർക്കണം, ജെറിനും മുകളിൽ, എന്നിട്ടും ഷെഡ്യൂൾഡ് ടൈമിൽ കുർബാന അർപ്പിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി അൺഷെഡ്യൂൾഡ് ടൈമിൽ, അതും മറ്റുള്ളവർക്കൊന്നും ഇടർച്ചയ്ക്ക് കാരണമാകാതെ പള്ളിയുടെ വാതിലൊക്കെ അടച്ച് വളരെ ബഹളങ്ങളൊന്നുമില്ലാതെ കൊട്ടും കുരവിയുമില്ലാതെ അർപ്പിച്ചിരുന്ന ബലിയർപ്പണം തടയുവാനാണ് ജെറിനും ഗുണ്ടകളും ശ്രമിച്ചത് എന്നുള്ളത് ഇവരുടെ തന്നെ വീഡിയോ സത്യം വിളിച്ചു പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിന് പുറകിൽ നടന്ന ഗൂഢാലോചന ആരാണ്, ഈ ഗുണ്ടകളെ ആ സമയത്ത് അവിടെ വിളിച്ചു വരുത്തിയത്? കാരണം അങ്ങനെ ഒരു കുർബാന അവിടെ നടക്കുന്നത് കാര്യം ജെറിനല്ലാതെ മറ്റാർക്കും അറിയില്ല, പിന്നെ അതിൽ പങ്കെടുത്ത വിശ്വാസികൾക്കും. അപ്പോൾ പുറത്തുനിന്ന് വന്ന ഗുണ്ടകൾ എങ്ങനെ അവിടെ എത്തിച്ചേർന്നു? ഇത് പോലീസ് അന്വേഷിക്കണം. ഇതിന്റെ പുറകിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. ഇതിനുവേണ്ടി സഭാ നേതൃത്വമാണ് മുന്നോട്ട് വരേണ്ടത്. ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരേണ്ടത് ആരാണ്? പുറത്തുണ്ടായിരുന്ന ഗുണ്ടകളെ, അതും നിങ്ങൾക്കറിയാം, വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ കൈലിയും മുണ്ടുമുക്കൊടുത്താണ് ആളുകൾ സങ്കീർത്തന വാതിൽ തകർത്തുകൊണ്ട് അകത്ത് കയറി തോട്ടുംപുറം അച്ഛനെ ആക്രമിച്ചത്. അപ്പോൾ അവരെ വിളിച്ചു വരുത്തിയതാരാണ്? ഇത് അന്വേഷണ വിധേയമാക്കണം. ഏതായാലും നമ്മുടെ ജെറിൻ ആശുപത്രിയിൽ കിടന്നുകൊണ്ട്, അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ സ്വന്തം ചാനലിൽ എന്താണ് വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടു. ജെറിൻ എത്ര നിഷ്കളങ്കൻ, പാവം ജെറിൻ പറഞ്ഞത്, കോടതി ജെറിനോട് 15-ാം തീയതി വരെ അവിടെ തുടരണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ കോടതി വെറുതെ ജെറിനെ വിളിച്ചു വരുത്തി, ജെറിൻ താങ്കൾ ഏതായാലും ലോഹയിട്ടിട്ടുണ്ട്, 15-ാം തീയതി വരെ പ്രസാദഗിരി പള്ളിയിൽ തുടരണമെന്ന് ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണോ ജെറിനെ അവിടെ കോടതി പറഞ്ഞത്? എന്നെ അവിടെ നിന്ന് മാറ്റരുതേ, എനിക്ക് പെരുന്നാൾ കൂടണേ, എനിക്ക് പെരുന്നാൾ നടത്തണേ
എന്നെ മാറ്റാൻ ആരൊക്കെയോ ഗൂഢാലോചന നടത്തുന്നു, കോടതി ഇടപെടണം എന്നൊക്കെ പോയി കോടതിയുടെ കാലും കയ്യും പിടിച്ചപ്പോൾ സ്റ്റാറ്റസ് ക്യൂ മെയിൻറ്റെയിൻ ചെയ്യാനല്ലേ ജെറിനെ കോടതി പറഞ്ഞത്? അതിന് ഇത്രയും വലിയൊരു നാടകം, ഇത്രയും വലിയൊരു നീണ്ട വാചക കസർത്ത് നടത്തേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇവിടെ ആരാണ് കള്ളത്തരം പറയുന്നത്? ആരാണ് വഞ്ചിക്കുന്നത്? വിശ്വാസികളെ ഇരുട്ടിൽ നിർത്തുന്നത് ആരാണ് എന്ന് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ജെറിനും എറണാകുളം വിമതരും അവരുടെ ഭാഗം ന്യായീകരിക്കുവാൻ എന്തൊക്കെ പറഞ്ഞാലും അവിടെയുള്ള വിശ്വാസികൾ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ കേൾക്കാം. ഒരു വിശ്വാസി പറയുന്ന വോയിസ് ക്ലിപ്പിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ഞാൻ പള്ളിപ്പുറം പള്ളി ഇടവക്കാരനാണ്. ഞാൻ ഈ കറക്റ്റ് ന്യൂസുകൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരുമായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരോട് ഞാൻ സംസാരിച്ചതാണ്. നടന്ന സംഭവങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇയാള് പുറത്തുള്ള വിമതന്മാരെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയാണ് ഈ വാതിൽ തുറക്കാനുള്ള പ്രയാസത്തിൽ ഓടുവാണ് ഇയാൾക്ക് അതിൻ്റെ അകത്തുകാരുടെ കാര്യം തന്നെ വല്ല കാര്യമുണ്ടോ? അയാൾ ഇന്ന് അച്ഛൻ എന്ന് പറയുന്നത് കേട്ടോ, ഗ്രൂപ്പിൽ നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് ഈ ജെറിനെ പറ്റി ഇടുമ്പം ജെറിനച്ഛൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞു, ജെറിൻ അങ്ങനെ പറയാവുള്ളൂ. അവനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ആൾക്കാരെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിൽ ഓടുവാണ്. അതാണ് വാതിൽ തുറക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആൾക്കാർ പിടിക്കണത്. അത്രേ കാര്യമുള്ളൂ. ഇയാളെ തല്ലിയിട്ടില്ല. ഇനിയിപ്പോൾ തല്ലിയാലെന്താണ്? ഇനി ഇത് ഒതുങ്ങണമെങ്കിൽ ഇവിടുത്തെ നമ്മുടെ വിമതന്മാരായ ഒരു 10-15 ലോകധാരികൾക്ക്, നൈറ്റുധാരികൾക്ക് തല്ലുകൊള്ളും. കൊള്ളാതിരിക്കാൻ നിവൃത്തിയില്ല, കൊള്ളും അവർ. അപ്പോഴിവർ ഒതുങ്ങും. അടിച്ചൊതുക്കിയ രക്ഷയുള്ളൂ. ഈ കേരളത്തിലെ കഴിവുള്ളവരൊക്കെ ഉണ്ട്. അപ്പം തല്ല് കൊള്ളുമ്പോഴുണ്ടല്ല തന്നെ ഒതുങ്ങിക്കോളൂ. ഇവനൊക്കെ തിന്നു സുഖിച്ച് നടക്കുന്ന ആൾക്കാരല്ലേ. തല്ല് കൊണ്ടിട്ടില്ല. തല്ല് കൊള്ളുമ്പോൾ തന്നെ ഒതുങ്ങും. എല്ലാം അവസാനിച്ചു, നടപടി സുനിശ്ചിതമാകുന്നു. വിമത ഭാഗത്ത് നിന്ന് വൈദികരുടെ കൊഴിഞ്ഞു പോക്കൽ തുടരുന്നത് കണ്ട് വിളറി പിടിച്ച എറണാകുളം സഭാവിരുദ്ധ നേതാവ് വൈദികരെ കലാപ ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ കേൾക്കുക. പ്രിയപ്പെട്ട വൈദികരെ, ഏതെങ്കിലും ഒരു വികാരിയുടെ മേൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഒരു ബിഷപ്പിന് ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെക്കാനാകുമെന്ന് വന്നാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പിനെയാണ് അത് ചോദ്യം ചെയ്യുന്നത്. ഇത് സീറോ മലബാർ സഭയിലെ എന്നല്ല, മുഴുവൻ കത്തോലിക്ക സഭയിലെയും വൈദികരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാണ്. അത്തരത്തിൽ നിങ്ങൾ ഇതിനെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: എവിടെയാണ് ഒരു വികാരി സേഫ് ആവുക? ആ വികാരിയുടെ മേൽ ബിഷപ്പ് വിചാരിച്ചാൽ ആ സമയത്ത് പുതിയൊരു അഡ്മിനിസ്ട്രേറ്ററെ വെക്കാം എന്ന ഒരു നിയമം ഉണ്ടായാൽ, എന്നൊരു കീഴ്വഴക്കം അനുവദിച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒരാൾക്ക് പോലും ഒരിടത്ത് പോലും സ്വസ്ഥമായി വർക്ക് ചെയ്യാനാവില്ല. ഒറ്റ വൈദികനും സ്വസ്ഥമായി വർക്ക് ചെയ്യാനാവില്ല. ഇത്തരമൊരു കീഴ്വഴക്കം അനുവദിച്ചു കൊടുക്കരുത്. ഇത് മുഴുവൻ വൈദികരെയും ബാധിക്കുന്ന പ്രശ്നമാണെന്ന ബോധ്യത്തോടു കൂടി ദയവ് ചെയ്ത് നിങ്ങൾ ഉടനടി പ്രതികരിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും ഇത്തരമൊരു അഡ്മിനിസ്ട്രേറ്റർ ചാർജ് എടുക്കാൻ അനുവദിക്കില്ലെന്ന് വൈദികർ ശക്തിയോടുകൂടി പറയേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെയാണ് നിങ്ങൾക്ക് മിണ്ടാതിരിക്കാനാവുക എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് വൈദിക ഗണത്തെ മൊത്തമായി ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത്തരമൊരു നിലപാട്, ഇത്തരമൊരു നടപടി ഒരു കാരണവശാലും അംഗീകരിക്കരുത്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഫാദർ സെലസ്റ്റിൻ ഇഞ്ചക്കൽ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ മുകളിലൊരു അഡ്മിനിസ്ട്രേറ്ററെ വെക്കാമായിരുന്നു. നമ്മൾ ചെയ്തില്ല. മറ്റൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെക്കാമായിരുന്നു. നമ്മൾ ചെയ്തില്ല. ഒരിടത്തും നമ്മളങ്ങനെ ചെയ്തില്ല. ഇത് സാധാരണഗതിയിൽ വൈദിക വൃത്തി ചെയ്യുന്ന, ദൈവവേല ചെയ്യുന്ന എല്ലാ വൈദികർക്കുമെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ്. ഇതിനെ ഒരു നിസാര പ്രശ്നമായിട്ട്, വെറും കുർബാന പ്രശ്നത്തെക്കാളൊക്കെ ഉപരിയായി നിങ്ങളുടെ ഓരോ വൈദികരുടെയും എക്സിസ്റ്റൻസിന്റെ പ്രശ്നം കൂടിയാണിത്. അത്തരത്തിൽ ഇതിനെ കാണേണ്ടതാണ്. ഇത് കണ്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും നടന്നു ചെല്ലാൻ പോകുന്നതെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് ഉടനടി പ്രതികരിക്കണം. ഇതത്ര നിസ്സാരമായൊരു കാര്യമല്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും എക്സിസ്റ്റൻസിന്റെ പ്രശ്നമാണ്. നമ്മുടെ എല്ലാ പ്രതിസന്ധികളുടെയും ഉള്ളിൽ ദർ ലൈസ് ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഇതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഈ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തണം. എന്നിട്ട് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യണം. ഇങ്ങനൊരു സാഹചര്യം, ഇങ്ങനൊരു സാധ്യത ഒരു കാരണവശാലും അനുവദിക്കരുത്. ദയവ് ചെയ്ത് ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ്. പ്ലീസ്. ഇവിടെ വൈദിക തൊഴിലാളികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത്? നിങ്ങളെ നിയമിച്ച മെത്രാനെയോ അതോ എറണാകുളത്തെ അൽമായ ഗുണ്ടകളെയോ? കാരണം ഇവിടെ നിങ്ങളെ നിയമിച്ചതും
ഇതേ മെത്രാനാണ് നിങ്ങൾക്ക് മുകളിൽ അഡ്മിനിസ്ട്രേറ്ററെ വെക്കുന്നതും ഇതേ മെത്രാനാണ്. അപ്പോൾ അധികാരി ഒന്ന് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ആര് എന്ത് ജോലി ചെയ്യണമെന്ന്. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാതെ മെത്രാനെതിരെ കലാപം നടത്തുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ സഭയ്ക്ക് പുറത്താണ്. ഇതിനെ ന്യായീകരിക്കുവാൻ ഈ അൽമായ ഗുണ്ട പറയുന്നത് സെലസ്ത്യൻ ഇഞ്ചക്കൽ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ എന്ന് വെച്ചാൽ പ്രസാദഗിരി പള്ളിയിൽ ഫാദർ സെലസ്ത്യൻ ഇഞ്ചക്കൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണമായിരുന്നു നടന്നിരുന്നത്. അങ്ങനെയെങ്കിൽ വേണമായിരുന്നുവെങ്കിൽ നമ്മൾക്കും അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെക്കാമായിരുന്നു. എന്നാൽ നമ്മൾ അത് ചെയ്തില്ല. എന്താണ് വിമത ഈ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങളായിരുന്നു ആ സമയത്ത് എറണാകുളം രൂപതയുടെ മെത്രാൻ. അവിടെ സെലസ്റ്റിൻ ഇഞ്ചക്കൽ അച്ഛന്റെ മുകളിൽ അഡ്മിനിസ്ട്രേറ്ററെ ഞങ്ങൾ വെച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങളായിരുന്നു നിയമനം നടത്തിയിരുന്നത് എന്നുകൂടി പറയേണ്ടി വരും. അപ്പോൾ ഇവർക്ക് ഉദ്ദേശം പരിശുദ്ധ ബലിയർപ്പണമല്ല, ഇവർക്ക് ഉദ്ദേശം എറണാകുളം രൂപതയുടെ നന്മയല്ല എന്ന് ഇനിയെങ്കിലും എറണാകുളത്തെ വിശ്വാസികൾ മനസ്സിലാക്കണം. ഇവർ തമ്മിൽ തല്ലിച്ച് സ്വന്തം കീസ വീർപ്പിക്കുവാൻ നടക്കുന്ന അൽമായ ഗുണ്ടകളും അത്തരത്തിലുള്ള ലോക തൊഴിലാളികളുമാണ് ഇന്ന് എറണാകുളം രൂപതയുടെ ശാപമായി മാറിയിരിക്കുന്നത്. ഏതായാലും ഇത്രയും വലിയ തള്ളൊക്കെ തള്ളിയിട്ട് സ്വയം ന്യായീകരിക്കുവാൻ വേണ്ടി തങ്ങളുടെ കയ്യിലുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പുണ്യവാളനാകുവാൻ ശ്രമിച്ച ജെറിന് തന്നെ ആ CCTV ദൃശ്യങ്ങൾ തിരിച്ചടിയാകുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾക്ക് കാണാം എന്താണ് ആ CCTV ദൃശ്യങ്ങൾ പറയുന്നത് എന്ന്. ഇവിടെ നമ്മൾ കണ്ടു പുറത്തു നിൽക്കുന്ന ഗുണ്ടകളെ പള്ളിയിലേക്ക് കയറുവാൻ കതക് തുറന്നു കൊടുക്കുവാൻ ശ്രമിക്കുന്ന ജെറിനെ വിശ്വാസികൾ അതിൽ നിന്ന് തടയുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. പെട്ടെന്ന് ജെറിനും വിശ്വാസികളും അപ്രത്യക്ഷമാകുന്നു. പിന്നെ അവർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. അത് അൾത്താരയ്ക്ക് മുൻപിലാണ്. അവിടെ അൾത്താരയുടെ മുൻപിൽ നിന്ന് ജെറിനെ പുറകോട്ട് വലിക്കുന്ന വിശ്വാസികളെയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? കതക് തുറക്കാൻ സാധിക്കാതെ വന്നപ്പോൾ പരിശുദ്ധ ബലിയർപ്പണം നടത്തുന്ന വൈദികനെ, ആ വയോവൃദ്ധങ്ങളായ വൈദികനെ തടയുവാൻ അൾത്താരയിലേക്ക് ചാടിക്കേറിയ ജെറിനെ അല്ലേ വിശ്വാസികൾ അവിടുന്ന് പുറകോട്ട് പിടിച്ച് മാറ്റുന്നത് എന്നല്ലേ അർത്ഥമാക്കേണ്ടത് എന്റെ അർത്ഥം? കാരണം ആ വീഡിയോ മുഴുവൻ എഡിറ്റഡ് ആണ് എന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. അവർക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം തിരികെ കയറ്റി CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുമ്പോൾ അതിൽ ദൈവത്തിന്റെ ഒരു അദൃശ്യ കരമുണ്ടായിരുന്നു എന്ന് ജെറിനും എറണാകുളം വിമതരും ചിന്തിച്ചു കാണില്ല. കാരണം അവർ വിട്ട ഈ CCTV ദൃശ്യങ്ങൾ തന്നെ അവർക്കെതിരായി തീർന്നിരിക്കുന്നു. ഇവിടെ സഭാവിരോധിയായ ഈ വിമതൻ പറയുന്നത് ബിഷപ്പ് വികാരിയുടെ മുകളിൽ അഡ്മിനിസ്ട്രേറ്ററെ വെക്കുന്നത് നിങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ചോദ്യം ചെയ്യുന്ന പ്രശ്നമാണെന്നാണ്, നടപടിയാണെന്നാണ്. നിങ്ങൾക്കത് മനസ്സിലായില്ല എങ്കിൽ അത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് ഈ വിമതൻ ഇവിടെ പറയുമ്പോൾ ഈ വിമതന്റെ സഭാവിരുദ്ധന്റെ ഉദ്ദേശം എന്താണെന്ന് എറണാകുളത്തെ വിശ്വാസികൾ ചിന്തിക്കണം. അപ്പോൾ ഈ പറഞ്ഞതിനർത്ഥം ഇവിടെ വികാരി സേഫ് ആവുകയില്ല, സ്വന്തമായി വൈദികന് സ്വസ്ഥമായി വർക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല, അതിന് മെത്രാന്റെ നടപടി തടസ്സം നിൽക്കുമെന്നൊക്കെ പറയുമ്പോൾ ഒരു ചോദ്യമുണ്ട് എറണാകുളം വിമതരോട്. നിങ്ങൾ ആദ്യം കാനോൻ നിയമം പഠിക്കൂ വിമതരെ. വെറുതെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് പോലെ പറയാതെ എന്താണ് കാനോൻ നിയമത്തിൽ വൈദികന്റെയും മെത്രാന്റെയും അധികാരങ്ങളെന്ന് വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വൈദികൻ പൗരോഹിത്യ പട്ടമേൽക്കുമ്പോൾ
നടത്തുന്ന വ്രതവാഗ്ദാനം എന്താണെന്ന് കൂടി ഒന്ന് വായിച്ചു നോക്കണം. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, വൈദികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെത്രാന്റെ വെറും കാര്യസ്ഥൻ മാത്രമാണ്. മെത്രാന് ചെയ്യേണ്ട കാര്യങ്ങൾ, മെത്രാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു കാര്യക്കാരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മെത്രാന് വേണ്ടി ചെയ്യുന്ന വെറും ഒരു ജോലിക്കാരൻ മാത്രമാണ് ഒരു വികാരി. കൃത്യമായിട്ടത് കാനോൻ നിയമത്തിൽ പറയുന്നു. അങ്ങനെ വരുമ്പോൾ മെത്രാൻ പറയുന്നതല്ലേ ഈ വികാരിമാർ അനുസരിക്കേണ്ടത് എന്ന് എറണാകുളത്തെ ലോഹത്തൊഴിലാളികളോടും എറണാകുളത്തെ വിമതരോടും കാനോൻ നിയമത്തെ പറ്റിയോ സഭാ ജ്ഞാനത്തെ പറ്റിയോ പരിജ്ഞാനമില്ലാത്ത ഇത്തരം സഭാവിരുദ്ധ ഗുണ്ടകളോടും ചോദിക്കുവാനുള്ളത്. ഏതായാലും ഇവരുടെ ആക്രമണത്തിന് ഇരയായ ഫാദർ ജോൺ തോട്ടുംപുറം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം. നമ്മളാരും നിരാശപ്പെടേണ്ട ആവശ്യം, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരെന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കുന്നു. അപ്പൊ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരെന്നും പീഡനത്തിന് വിധേയരാകുന്ന കർത്താവ് മുൻകൂറായിട്ട് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ സ്ത്രീയന്മാരെല്ലാവരും അതികഠോരമായ സഹനത്തിൽ കൂടിയാണ് അവർ സഭയ്ക്ക് നേതൃത്വം കൊടുത്തതും മരിച്ചതും. അങ്ങനെ ഏതാണ്ട് 3.5 നൂറ്റാണ്ട് കാലം, ഇവിടെ ഇപ്പൊ 3 വർഷമായുള്ള ഈ പീഡനം തുടങ്ങിയിട്ട് 350ഓളം വർഷം അതികഠോരമായ പീഡനത്തിൽ കൂടിയാണ് സഭ കടന്നുപോയത്. ഏതെല്ലാം വിധത്തിൽ തീച്ചുകൾ കേട്ട് കത്തിക്കുക, വെള്ളം വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞിട്ട് കൊടുക്കുക, പച്ചയായിട്ട് ശരീരം കീറി മുറിക്കുക, പിന്നെ ഏതെല്ലാം വിധത്തിൽ പീഡിപ്പിക്കാമോ അങ്ങനെയുള്ള പീഡനങ്ങളിൽ കൂടിയാണ് സഭ വളർന്നത്. അത് കഠോരമായ പീഡനങ്ങളുടെ നടുവിൽ അവർ ധീരതയോടുകൂടി ഈ സത്യവിശ്വാസത്തിന് വേണ്ടി മുന്നോട്ട് വന്ന് ആ ജീവിക്കുന്ന മാതൃകയാണ് പിൻതലമുറയ്ക്ക് അവർ കൈമുതലായിട്ട് പകർന്നു കൊടുത്ത്. ആ സഹനത്തിന്റെ മാതൃക കൈമുതലായിട്ട് ഏറ്റെടുത്തതിന്റെ പേരിലാണ് സഭ വളരാൻ തുടങ്ങിയത്. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ പരിശുദ്ധാത്മാവെന്ന് സ്ത്രീയന്മാർക്ക് കൊടുത്ത പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോഴും സഭയോട് കൂടിയുണ്ട്. അപ്പൊ ആ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ശക്തിപ്പെടുക. അപ്പൊ തിന്മയുടെ ശക്തികൾ അസ്തമിച്ചു. ഇവിടെ ആക്രമണത്തിനിരയായി ആശുപത്രിയിൽ കിടന്ന തോട്ടുംപുറം അച്ഛനെ കാണുവാൻ എറണാകുളം രൂപത നേതൃത്വമോ സീറോ മലബാർ സഭയിലെ മറ്റു മെത്രാന്മാരോ തയ്യാറായില്ല. എങ്കിലും പാലാ രൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടും 99 വയസ്സുള്ള മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവും എത്തി എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ ഒരു കാര്യം. അതിന് മറുപടിയായി AMD ഗുണ്ടാ തലവൻ പറഞ്ഞത്, ഞങ്ങൾ വണ്ടി പിടിച്ച് പാലായിൽ എത്തുമെന്നാണ്. പ്രസാദഗിരി പള്ളിയിലെ ജെറിനച്ചനെ ബന്ധിയാക്കിക്കൊണ്ട് കണ്ണിൽ കുരുമുളക് പൊടി വിതറി ബന്ധിയാക്കി കയ്യും കാലും കൂച്ചിക്കെട്ടി അതിന്റെ മുന്നിൽ നിന്ന് കുർബാന ചൊല്ലിയ ആ സംഭവത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ജോൺ തോട്ടുപുറം എന്ന നരാധമനായ ഒരു വൈദികനാണ് മറ്റൊരു വൈദികനെ 5-6 ആളുകളെ കൊണ്ട് ബന്ധിയാക്കിച്ചുകൊണ്ട് കുർബാന ചൊല്ലാൻ ശ്രമിച്ചത്. ആ നരാധമനായ വൈദികനെ കാണാൻ ഇന്ന് പാലയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ പാലയില് നമുക്ക് പോയിട്ട് അവിടെ പോയി പ്രതിഷേധിക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കൊരു 10 വണ്ടി ആളുകളുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പാലാ ബിഷപ്പ് ഹൗസിന്റെ മുന്നിൽ നമ്മൾ പ്രതിഷേധിക്കും. അതിന്റെ സമയം ഞാൻ പിന്നീട് അറിയിക്കാം. പാലാ ബിഷപ്പ് ഹൗസിന്റെ മുന്നിൽ തന്നെ പോയി പാലാ ബിഷപ്പിനെതിരെ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിൽ അനധികൃതമായി ഇടപെടുന്ന പാലാ ബിഷപ്പിനെതിരെ പാലാ ബിഷപ്പ് ഹൗസിന്റെ മുന്നിൽ പോയി നമുക്ക് പ്രതിഷേധിക്കാം. അവര് തല്ലിക്കാൻ പറ്റുമെങ്കിൽ തല്ലിക്കട്ടെ എന്ന്, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമുക്ക് നേരിട്ട് കാണാലോ. അവിടെ ചെന്ന് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ ആക്രമിക്കാനായിരുന്നു AMD തലവന്റെ ഉദ്ദേശമെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തണം. ഏതായാലും ഈ ഭീഷണിക്ക് ഉശിരുള്ള പാലാക്കാർ ഇവർക്ക് വയറ് നിറച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എറണാകുളം ലോകത്തൊഴിലാളികളെ വൈദിക ലഹളയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന ഈ അൽമായ വിമതനെതിരെ സഭാ നടപടികൾ എടുക്കുന്നതിന് പകരം ഈ വ്യക്തിയെ സഭയിൽ നിന്ന് മഹറൂൻ ചൊല്ലി പുറത്താക്കുന്നതിന് പകരം എറണാകുളം രൂപതയുടെ മെത്രാന്റെ ചാർജ് വഹിക്കുന്ന മാർ ജോസഫ് പാമ്പ്ളാനി വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചു, എല്ലാം ശരിയാകും, പ്രാർത്ഥിക്കുവിൻ, എല്ലാം ശരിയാകും. എന്നാലും മാർ ജോസഫ് പാമ്പ്ളാനിയോട് ഒരു ചോദ്യം ചോദിക്കുവാനുള്ളത്, താങ്കൾ പ്രാർത്ഥിക്കാൻ പറയുന്നതല്ലാതെ ആക്ഷൻ എടുക്കാൻ താങ്കൾക്ക് ഉദ്ദേശമില്ലേ പാമ്പ്ളാനി പിതാവേ എന്ന് മാത്രമേ സ്നേഹപുരസ്സരം ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളൂ. വിശ്വാസികളോട് പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ എറണാകുളത്തെ അൽമായ ഗുണ്ടകൾ, എറണാകുളത്തെ ലോകത്തൊഴിലാളികൾ സഭയ്ക്കെതിരായിട്ട്, മെത്രാന്മാർക്കെതിരായിട്ട്, സഭാ സംവിധാനത്തിനെതിരായിട്ട് ഗൂഢാലോചന നടത്തുമ്പോൾ, സഭയെ തകർക്കുമ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് വിശ്വാസികളോട് നിങ്ങൾ പ്രാർത്ഥിച്ചു, എല്ലാം ശരിയാകും, ഞങ്ങൾ ഇവിടെ ഉണ്ട്, ആക്ഷൻ ഞങ്ങൾ എടുക്കത്തില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് മാർ ജോസഫ് പാമ്പ്ളാനി? ഏതായാലും അദ്ദേഹം എന്താണ് വിശ്വാസികളോട് പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം. നന്ദി, നമസ്കാരം. എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ പ്രാർത്ഥനാപൂർവം
പഠിക്കുകയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയമാണ്. പരസ്പരം മനസ്സിലാക്കാനും നഷ്ടപ്പെട്ടു പോയ പരസ്പര വിശ്വാസം വീണ്ടെടുക്കാനുമുള്ള ഒരു പരിശ്രമമാണ് ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുകയും അനാവശ്യമായ പ്രസ്താവനകളിൽ നിന്ന് അതുപോലെ തന്നെ കമൻറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും കൂട്ടായ്മയും ഐക്യവും പരിപോഷിപ്പിക്കാൻ വേണ്ട പരിശ്രമങ്ങൾ ഹൃദയപൂർവ്വം ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു.